മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അവൻ്റെ നാമങ്ങളാൽ തെളിയുന്നു, അവൻ്റെ നാമത്താൽ തെളിയുന്നു, അവൻ്റെ സ്വഭാവ സവിശേഷതകളാൽ തെളിയുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ സർവജ്ഞാനം, അതുപോലെ സർവവ്യാപിതം, സർവശക്തി, സത്യം, വിശുദ്ധി, ജീവൻ, ജ്ഞാനം, ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ അതേ ക്വാളിറ്റി, സവിശേഷതകൾ പരിശുദ്ധാത്മാവിനുമുണ്ട് എന്ന് നമ്മൾ കണ്ടു. മൂന്നാമത് അവൻ്റെ ദൈവത്വം അവൻ്റെ പ്രവർത്തികളാൽ തെളിയുന്നു എന്ന് കാണുന്നു. ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആത്മാവ് ചെയ്തതായി പറഞ്ഞിരിക്കുന്നു. ആത്മാവും ദൈവത്തോടൊപ്പം ചേർന്ന് ചെയ്തതാണോ അല്ലെങ്കിൽ ആത്മാവ് ഒരുമിച്ച് ചെയ്തതാണോ, ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ആത്മാവ് ചെയ്തതായിട്ട് പറയുന്നു. സൃഷ്ടിപ്പിൻ്റെ കാര്യത്തിൽ ഒന്നാമത് ക്രിയേഷൻ്റെ കാര്യത്തിൽ ജനസിസ് 1:2 ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞൊരു വാക്കാണ് ഉടൻ തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ട് ക്രിയേഷനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ റോള് നമുക്ക് കാണാം. അതുപോലെ ഈ ലോകത്തിലേക്ക് കാലത്തിൻ്റെ തികയെങ്കിൽ യേശുക്രിസ്തു വരണം എന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തിലുള്ള കാര്യമായിരുന്നു. അത് ദൈവത്തെ, ക്രിസ്തുവിനെ ജനിപ്പിക്കുവാനായിട്ട് വെർജിൻ ബർത്ത്, അതിനകത്ത് ക്രിസ്തുവിനെ ജനിപ്പിക്കുന്ന കാര്യത്തിൽ അവൻ്റെ പ്രവൃത്തിയായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ലൂക്കോസ് 1:35 പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് അവൻ്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇവിടെ യേശുവിനെ ജനിപ്പിക്കുക എന്നുള്ളൊരു പ്രവൃത്തി പരിശുദ്ധാത്മാവ് ചെയ്തതായിട്ട് കാണുന്നു. അവൻ്റെ പ്രവൃത്തികളാൽ അവൻ്റെ ദൈവത്വം തെളിവായി വരുന്ന കാര്യമാണ് കാണുന്നത്. ഒന്ന് ക്രിയേഷനിൽ, 2 യേശുവിനെ ജനിപ്പിക്കുന്ന കാര്യത്തിൽ, 3 ഏജന്റ് ഫോർ ഇൻസ്പിറേഷൻ ഓഫ് സ്ക്രിപ്റ്റേഴ്സ്, നിവേശിതരാകുക എന്ന് പറയാം. 2 പത്രോസ് 1:21 ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ. മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചു. ദാറ്റ് ഈസ് ബൈ ദ ഇൻസ്പിറേഷൻ ഗോഡ് സ്പോക്ക് ആസ് ദേ വെർ മൂവ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങൾ പരിശുദ്ധാത്മ നിയോഗം കൊടുത്തു, അത് പ്രകാരം സംസാരിച്ചു. അപ്പോഴേ സ്ക്രിപ്റ്റേഴ്സ് എഴുതുവാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിച്ചു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അവൻ്റെ പ്രവൃത്തി, സ്ക്രിപ്റ്റേഴ്സ് മീൻസ് ദൈവം ശ്വാസീയമാണ്, ദൈവം സംസാരിച്ചതാണ്. അത് എഴുതുവാനായി പരിശുദ്ധാത്മാവ് ഇടവന്നു, അത് സഹായിച്ചു എന്ന് കാണുന്നു. അതുകൊണ്ട് ഏജന്റ് ഫോർ ഇൻസ്പിറേഷൻ ഓഫ് സ്ക്രിപ്റ്റേഴ്സ് ആയിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മളിവിടെ കാണുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ അത് കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അതിന് മനുഷ്യർക്ക് ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അവൻ്റെ പ്രവൃത്തി എന്തിനാണ് അങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കുന്നത്? അത് ദൈവത്വം കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ പറയുന്നത് ലോകത്തിൻ്റെ ഒരു പ്രവൃത്തിയല്ല, അത് പിശാചിൻ്റെ പ്രവൃത്തിയല്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് ബോധം വരുത്തുന്ന റെസ്പോൺസിബിലിറ്റി പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് കാണുന്നു എന്നുള്ളതാണ്. അടുത്ത ഒരു പ്രവൃത്തി ബൈബിള് കാണുന്നത് വീണ്ടും ജനിപ്പിക്കുക എന്ന് പറഞ്ഞൊരു പ്രവൃത്തിയാണ്. നമ്മൾ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് നേരത്തെ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. അതിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറഞ്ഞത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ നിക്കോദിമോസുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനാണ്. യേശു ക്രിസ്തു നടത്തുന്ന ഒരു ഇൻട്രാക്ഷൻ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അതിന്
അവിടെ 6-ാം വാക്യത്തിൽ വരുമ്പോഴത്തേക്ക് വീണ്ടും ജനിക്കുന്നത് ജഡത്താലല്ല ആത്മാവിനാൽ അത്രേ എന്ന് പറഞ്ഞ് അത് കൺക്ലൂഡ് ചെയ്യുന്നു. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ജനിക്കുന്ന പ്രക്രിയ നടത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് എന്ന് ക്ലിയറായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ദൈവത്തിൻ്റെ അവൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയാണ്. ഒരു മനുഷ്യനെ വീണ്ടും ജനിപ്പിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ റോള് ഏറ്റെടുത്ത് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് നമ്മൾ കാണുന്നു. അതുപോലെ നേരത്തെ നമ്മൾ സംസാരിച്ചാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 16-ാം വാക്യം നമ്മൾ നേരത്തെ സംസാരിച്ചാണ്. സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കുക. അവന് നമ്മളെ കംഫർട്ട് ചെയ്യുന്ന ഒന്നാണ്. അവൻ്റെ റെസ്പോൺസിബിലിറ്റി ഈസ് എ കംഫർട്ടർ, ആശ്വസിപ്പിക്കുന്ന ഒരാളാണ്. നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസത്തിൽ കടന്നു പോകുമ്പോൾ ആളിൽ വന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒരു ടെമ്പററി ആയിട്ടൊരു ആശ്വാസം നമുക്ക് കിട്ടുമായിരിക്കാം മേ ബി. എന്നാൽ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങൾ കൂടി പോകുമ്പോഴും ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവൻ്റെ ആത്മാവാണ് നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കരുതലും ഗൈഡൻസും തന്ന് ജീവിതത്തിൽ സമാധാനം തരുന്നത്, ആശ്വസിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിന് അങ്ങൊരു പേര് തന്നെ ഇട്ടിരിക്കുന്നത്, കംഫർട്ടർ എന്ന് പറഞ്ഞൊരു പേര് തന്നെ ഇട്ടിരിക്കുന്നത്. ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കംഫർട്ടർ, ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രവൃത്തി പരിശുദ്ധാത്മാവിന് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ നേരത്തെ നമ്മൾ വായിച്ച ഇതെല്ലാം നേരത്തെ റെഫർ ചെയ്ത പരിശുദ്ധാത്മാവായിട്ട് ബന്ധപ്പെട്ട് റെഫർ ചെയ്ത ഭാഗങ്ങളാണ്. റോമർ 8-26 തൊട്ടുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും വായിച്ചാണ്, പ്രാർത്ഥനയുടെ സമയത്തും വായിച്ചതാണ്. വീണ്ടും ഒന്നും കൂടി ഞാൻ വായിക്കാം. റോമർ 8-26-27 വാക്യങ്ങൾ. അതുകൊണ്ടും തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരങ്ങുകൾ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. സോ ഒരു പക്ഷവാദം ചെയ്യുന്ന ആത്മാവ് 27-ാം വാക്യത്തിലും അത് തന്നെ പറയുന്നത്. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അത് ആത്മാവിൻ്റെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷവാദം ചെയ്യുക. അവൻ്റെ പ്രവൃത്തി അതാണ്, പക്ഷവാദം ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രവൃത്തി. പ്രാർത്ഥനയിൽ കൂടി നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോഴേ ഈ മീഡിയേറ്ററായിട്ട് നിന്നുകൊണ്ട് നമ്മൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവ്. സോ അത് ഒരു പ്രവൃത്തിയാണ്. അത് ശരിക്കും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ എത്തിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അവൻ്റെ പ്രവൃത്തികളാൽ അവൻ്റെ ദൈവത്വം എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കും. ഇനി അവസാനമായിട്ട് ഇതിനകത്ത് അവൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഒരു പ്രവൃത്തിയും കൂടെ പറഞ്ഞ് ഞാൻ ഇതിൻ്റെ ഹെഡിൽ നിന്ന് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. അവൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണമാണ്. നമ്മളെ വിശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് ആത്മാവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ വാക്യവും നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള വാക്യമാണ്. 2 തെസ്സലോനിക്കർ 2:13. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. ആത്മാവിൻ്റെ വിശുദ്ധീകരണവും സത്യത്തിൻ്റെ വിശ്വാസവും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. ഈ 3 കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇതിനകത്ത് നമ്മളെ ആത്മാവിൻ്റെ പ്രവൃത്തിയിൽ പറയുന്ന ആത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒന്നാണ്. സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ വിശുദ്ധീകരണം. നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ, കർത്താവിനെ അറിയുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കും, കടന്നു വരും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുമ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പകർച്ചയാണ് അവിടെ വരുന്നത്. അവിടെയാണ് ആ വിശുദ്ധീകരണ പ്രക്രിയ വരുന്നത്. നമ്മുടെ ജഡത്തിൽ നമ്മൾ വസിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ നാച്ചുറൽ മാൻ വിൽ ബിക്കം എ സ്പിരിച്വൽ മാൻ. നാച്ചുറലായ നമ്മളെ ദൈവം സ്പിരിച്വലാക്കി മാറ്റും. നമ്മുടെ ആത്മാവ് ദൈവവുമായിട്ട് ബന്ധിക്കും. ഒരിക്കൽ ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ആ ദൈവീകത്വം, ആദാമിൽ കൂടി നമ്മൾ ഏറ്റെടുത്ത പാപം മാറിപ്പോയിട്ട് ക്രിസ്തുയേശുവിൽ കൂടി അത് നമുക്ക് ജീവനായി മാറി തീരുന്ന വിശുദ്ധീകരണം.
ഒരു 7 പ്രവൃത്തികളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവൻ്റെ പ്രവൃത്തി: 1, ക്രിയേഷനിലെ അവൻ്റെ ഇൻവോൾവ്മെൻറ്റ്; 2, ക്രിസ്തുവിനെ ജനിപ്പിച്ചു, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ റോള് എന്തായിരുന്നു; 3, നമ്മൾ കണ്ടു ആത്മാവ് ദൈവവചനം ഇൻസ്പയർ ചെയ്ത് അത് എഴുതിപ്പിക്കുന്നതായിട്ട് കണ്ടു; 4, പരിശുദ്ധാത്മാവ് നമുക്ക് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ഒന്നാണെന്ന് കണ്ടു; 5, നിക്കോദിമോസുമായിട്ടുള്ള ഡീലിങ്സിൽ വീണ്ടും ജനിപ്പിക്കുന്ന ഒരു കാര്യം പരിശുദ്ധാത്മാവ് ചെയ്യുന്നതായിട്ട് കണ്ടു. അതുപോലെ 6 കാര്യം നമ്മൾ കണ്ടത് ആശ്വസിപ്പിക്കുന്നവനായിട്ടുള്ള ഒരു പരിശുദ്ധാത്മാവ്. ഹീ ഈസ് കോൾഡ് ആസ് എ കംഫർട്ടർ, നമ്മളെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. 7 നമ്മൾ കണ്ടത് നമുക്ക് ഇൻ്റർമീഡിയറ്റായിട്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവിനെ നമ്മൾ കണ്ടു. 8 നമ്മൾ കണ്ടത് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ കുറിച്ച് കണ്ടു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എത്ര വലുതാണ്! നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഈ പരിശുദ്ധാത്മാവല്ലേ? അവൻ്റെ പ്രവൃത്തി എത്ര വലുതാണ്, എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണോ നമ്മൾ ഉപേക്ഷയായിട്ട് വിചാരിച്ച് കളയുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ഇനിയും ആത്മാവിൻ്റെ ദൈവീകമായിട്ടുള്ള ദൈവത്വത്തിൻ്റെ കാര്യത്തിൽ ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞു. 4 കാര്യം അവൻ്റെ പ്രവൃത്തികളാൽ തെളിയുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ബൈബിളിൽ നിന്ന് പറഞ്ഞ് ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങളാണ്. 1, അവൻ്റെ നാമത്താൽ തെളിയുന്നു; 2, അവൻ്റെ സ്വഭാവവിശേഷതകളിൽ തെളിയുന്നു; 3, അവൻ്റെ പ്രവൃത്തികളാൽ തെളിയുന്നു. 4 ഒരു കാര്യം കൂടെ പറഞ്ഞ് തൃത്വത്തിലെ മറ്റ് ആളത്വങ്ങളോട് തുല്യമായി ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതിലൊക്കെ വന്നാണ്. തൃത്വത്തോട് ചേർന്ന് ഇത് പരിശുദ്ധാത്മാവിനെ തുല്യമായി ചേർത്ത് പറഞ്ഞിരിക്കുന്നു. നേരത്തെ വായിച്ചപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 5:3-4 വാക്യങ്ങൾ, അതിലും ഇത് പത്രോസ് പറയുന്ന വാക്യമാണ്: പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ നിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിലയ്ക്ക് വാങ്ങും മുമ്പേ നിൻ്റേതല്ലായിരുന്നോ? വിറ്റ ശേഷവും നിൻ്റെ കൈവശമല്ലാഞ്ഞോ? ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രയും നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഇവിടെ ആദ്യം പറഞ്ഞത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു, 2 പറയുന്നു ദൈവത്തോടത്രയും വ്യാജം കാണിച്ചത്. രണ്ടും കൂടി കോറിലേറ്റ് ചെയ്ത് നമ്മൾ ചിന്തിക്കുക. പരിശുദ്ധാത്മാവ് ദൈവമായിട്ട് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. നമ്മളല്ല പറഞ്ഞത്, പത്രോസാണ് പറഞ്ഞത്. അപ്പോസ്തലന്മാർ പറയുന്നതാണ് പരിശുദ്ധാത്മാവ്. ദാറ്റ് മീൻസ് പരിശുദ്ധാത്മാ ഹോളി സ്പിരിറ്റ് ഈസ് ഈക്വൽ ടു ഗോഡ് എന്ന് വേണമെങ്കിൽ ആ ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദൈവത്തോട് തുല്യപ്പെടുത്തി ആണ് പറയുന്നത് എന്നുള്ളത്. ഒരു ഭാഗത്തെ നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ സമയത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അത് മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ, ബാക്കി താഴോട്ടുണ്ട്. അന്നേരം സ്നാനം കഴിപ്പിക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അങ്ങനെ പറയാനുള്ള കാര്യം? യാർ ഈക്വൽ, 3 തുല്യമായിട്ടുള്ളത് കൊണ്ടാണ് അത് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ഇത് 3 ചേർത്താണ് സ്നാനപ്പെടുത്തുമ്പോൾ ആ രീതിയിൽ ചെയ്യണം എന്ന് യേശുക്രിസ്തു അവസാനം പോയ സമയത്ത് പറഞ്ഞിട്ട് പോയ വാക്യമാണത്. അത് നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് ഞാൻ അത് നിർത്താം. 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. ഇത് ഗ്രീറ്റിങ്സ് ആണ്. പൗലോസ് പറയുന്ന ഗ്രീറ്റിങ്സാണ്. ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും പൗലോസ് അത് തൻ്റെ ലേഖനങ്ങൾ എഴുതി തീരുമ്പോഴേ അവസാനം ഗ്രീറ്റിങ്സ് പറയുന്നതിനകത്ത് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. അപ്പോൾ ഇത് 3 കൂടി ഒരുമിച്ച് ചേർത്ത് ഫൈനൽ ഗ്രീറ്റിങ്സിൽ പറയുകയാണ്. അതിൽ തൃത്വത്തിലെ 3 ആളത്വവും തുല്യമായി ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ബൈബിൾ കാണും. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് 4 കാര്യങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത്. കഴിഞ്ഞ എപ്പിസോഡിൽ 2 പറഞ്ഞു. അവൻ്റെ നാമത്താൽ തെളിയുന്നു, അവൻ്റെ സ്വഭാവ സവിശേഷതകളാൽ തെളിയുന്നു. ഇന്നും 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അവൻ്റെ പ്രവൃത്തികളാൽ തെളിയുന്നു. 2 തൃത്വത്തിലെ മറ്റ് ആളത്വങ്ങളോട് തുല്യമായി ചേർത്ത് പരിശുദ്ധാത്മാവിനെ ചേർത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നു. ഇതെല്ലാം എന്താണ് കാണിക്കുന്നത്? പരിശുദ്ധാത്മാവ് ദൈവമാണ്.
ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത്. അത് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മളൊരു കാര്യം ഓർക്കുക, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലുണ്ടെങ്കിൽ വി ആർ സോ കോൺഫിഡൻറ്റ് ദാറ്റ് ഗോഡ് വിൽ ഹിയർ അവർ പ്രേയേഴ്സ്. നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആണ് ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുക. എന്താണ് കാരണം? ഇന്ന് നമ്മൾ ഒരുപാട് പ്രാവശ്യം റെഫർ ചെയ്ത കാര്യമാണ്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതൊരു ഇല്യൂഷനോ ഒരു മിഥ്യയോ അങ്ങനെയുള്ള ചിന്തയോ ഒന്നും അല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സ്പിരിറ്റ് വേൾഡിലുള്ള കാര്യം തന്നെയാണ്. എന്നാൽ അത് നമ്മുടെ ഹൃദയങ്ങളിൽ ക്ലാരിറ്റി തരികയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. ഹല്ലേലൂയ, നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാ ദൈവസന്നിധിയിൽ. അതൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്ര വാല്യുബിളാണ്. VIPs, വാല്യുബിൾ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര വാല്യുബിളായിട്ടുള്ളവരാണ് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവർ. അവിടെ ഈ വലിയൊരു കോൺഫിഡൻസോടെ നമുക്കിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർന്ന് ചെല്ലാം. നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. എല്ലാവരും എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഈ വലിയൊരു കോൺഫിഡൻസിലാണ് പോകുന്നത്. കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു എന്നുള്ള ആ കോൺഫിഡൻസ് ആണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്, ആ ഹൃദയങ്ങളിലെ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. അടുത്ത എപ്പിസോഡിലെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ആത്മാവിൻ്റെ ജനറലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ദൈവത്വത്തെക്കുറിച്ചും ആത്മാവിൻ്റെ ജനറലായിട്ടുള്ള ആസ്പെക്ട്സിനെ കുറിച്ചുമാണ് കഴിഞ്ഞ മൂന്നാല് എപ്പിസോഡ് വഴി പറഞ്ഞത്. ഇനിയും ഉള്ള ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, ഈ ആത്മാവിൻ്റെ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്ക്, എന്ന് വെച്ചാൽ ഇനിയുള്ള പല ദിവസങ്ങളിൽ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക്, ഈ ആത്മാവിനാൽ ജീവിതം നിയന്ത്രിക്കപ്പെട്ട വലിയൊരു അനുഭവം, ആ ഫുൾനെസ്സിൽ ജീവിപ്പാനായിട്ട് ദൈവം നമ്മളെ ഇടവരുത്തും. തീർച്ചയായും അത് വലിയൊരു അനുഭവമാണ്, ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. അത് പ്രാപിക്കേണ്ട ഒന്നാണ്. അത് പ്രാപിച്ചിട്ടില്ലെങ്കിൽ അത് പ്രാപിക്കണം. അതിനാണ് ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം അതിനെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ സമയത്തിനായിട്ട് സ്തോത്രം. ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ആത്മീയമായിട്ടുള്ള വീക്ഷണം നഷ്ടപ്പെട്ടു പോയവരെ ആത്മാവിൻ്റെ ഫുൾനെസ് അവരുടെ ജീവിതങ്ങളിൽ ഇന്ന് രാത്രികാലം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ സമർപ്പിക്കപ്പെടേണ്ടതായിട്ട്, വിട്ടുകൊടുക്കേണ്ടതായിട്ടുള്ളതെല്ലാം ആത്മാവിന് സമർപ്പിക്കപ്പെടുവാനായി നീ ആത്മാവ് ദൈവമായതിനാൽ ആ പൂർണ്ണതയിൽ അവിടെ ഹൃദയങ്ങൾ വരികയും കർത്താവെ അവരുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് മാറ്റിക്കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില ആളുകൾ കർത്താവെ വലിയ ഡൗട്ട്സോടുകൂടി ഇത് കാണുന്നുണ്ടല്ലോ കർത്താവെ. ഇത് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവെ, എല്ലാ സംശയവും ദൂരീകരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സർവ്വബുദ്ധിയെയും സർവ്വസമാധാനത്തെയും കവിയുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹം ആഴത്തിലേക്ക് ആ ഹൃദയങ്ങളിലേക്ക് വരട്ടെ, എല്ലാ സംശയവും ദൂരീകരിച്ച് കളയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തോമസ് ശ്ലീഹ പോലും യേശുക്രിസ്തുവിനെ കാണാതെ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ് ബൈബിളിൽ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ഞങ്ങൾ കർത്താവെ യേശുവിനോടൊപ്പം ആ രീതിയിൽ മാനുഷികമായിട്ട് ഞങ്ങൾ നടന്നിട്ടില്ലല്ലോ. എന്നാൽ യേശുവിനെ കുറിച്ച് കേട്ടിരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ സംശയിച്ചു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കർത്താവെ. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ആരെങ്കിലും സംശയദൃഷ്ടിയായിട്ട് നിൽക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു, സംശയമൊക്കെ മാറിപ്പോകട്ടെ, ഹൃദയത്തിലെ ആളത്വത്തിൽ യേശു ഇന്ന് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ടാലും വാതിൽക്കൽ ഞാൻ മുട്ടുന്നു, ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും എന്നുള്ള ദൈവത്തിൻ്റെ ആ വലിയ സൗണ്ട് ഇന്ന് കാണുവാനായിട്ട്, റിയലൈസ് ചെയ്യപ്പെടുവാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഹൃദയത്തിലുള്ള ദുഷിച്ച വിചാരങ്ങളൊക്കെ പുറത്തു പോകട്ടെ കർത്താവെ. അസൂയയും തിന്മയും കർത്താവെ, സഹോദരന് വിപരീതമായി നിൽക്കുന്ന എല്ലാ തിന്മകളും യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പുറത്തു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായിട്ടുള്ള സൗഖ്യം കൽപ്പിച്ചു കൊടുക്കുക. മാനസിക സൗഖ്യം ശാരീരിക സൗഖ്യത്തിന് കാരണമായി തീരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കർത്താവെ, ആ വ്യക്തിയുടെ ജീവിതങ്ങളിലൊക്കെ കർത്താവെ ഇന്ന് ശാരീരികമായിട്ടുള്ള സൗഖ്യവും അതിനോടൊപ്പം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥന നീ കേട്ടോർത്ത് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ചിരിക്കുന്നവർ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കേട്ടവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇത് ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും 9:30 തൊട്ട് 10 മണി വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഇത് കേട്ട് പ്രാർത്ഥിച്ചിട്ടേ കിടക്കൂ എന്നുള്ള തീരുമാനം എടുക്കുക. അതുപോലെ ഈ പറഞ്ഞ വാക്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുകയും അത് വീണ്ടും നിങ്ങൾ ധ്യാനിക്കുകയും ചെയ്താൽ അതിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ ദൈവം നിങ്ങളോട് സംസാരിക്കും.
യേശുക്രിസ്തു ആഴത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അതുപോലെ ഇത് ആ ബെൽ ബട്ടണിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ റെഗുലറായിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ മറ്റുള്ള സോഷ്യൽ മീഡിയ ചാനലിൽ ഇത് നിങ്ങൾ വിടണം. പ്രത്യേകിച്ച് വാട്സാപ്പ് വഴിയും അതുപോലെ ഫേസ്ബുക്ക് വഴിയൊക്കെ നിങ്ങളിത് മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ഒത്തിരി പ്രയോജനം അവർക്ക് ചെയ്യും എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാളെ വീണ്ടും കാണുന്നവരെയും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.